ആരെങ്കിലും അങ്ങനെ പരിചയപ്പെട്ട സിദ്ധികൾക്കായി യത്നിക്കുന്നുണ്ടോ ഇപ്പോൾ? ഉണ്ട് പ്രഭു. അയാൾ ആരാണ്? അയാൾ ഈ അയോധ്യ രാജ്യത്ത് തന്നെയാണോ? അതെ പ്രഭു, അങ്ങയുടെ രാജ്യത്ത് തന്നെയാണ് ആ ആളുള്ളത്. അത് മറ്റാരുമല്ല, മഹാഋഷിവര്യനായ വിശ്വാമിത്രൻ തന്നെയാണ്. അങ്ങയുടെ തീവ്ര തപസ്സാണ് വിഷയം. അത് പലർക്കും അലോസരം സൃഷ്ടിക്കുന്നു. ഈ തപസ് അങ്ങ് അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കാൻ മറ്റു മാർഗങ്ങൾ തേടേണ്ടി വരും എനിക്ക്. ഇത് രാജകൽപ്പനയാണ്. എന്തിനാണ് അങ്ങ് ഹരിചന്ദ്രനെതിരെ നീങ്ങുന്നത്? എന്താണ് അങ്ങേക്ക് ആ രാജാവിനോടുള്ള നീരസത്തിന് നിദാനം? ഹരിചന്ദ്രൻ ധർമ്മിഷ്ഠനാണ്, ദാനശീലനാണ്, എല്ലാം ശരിയാണ്. പക്ഷേ അയാൾ അതല്ല എന്ന് തെളിയിക്കാൻ വിശ്വാമിത്രൻ തീരുമാനിച്ചാൽ തെളിയിച്ചിരിക്കും. അതിനുള്ള ആരംഭമാണിത്. മഹാരാജൻ കാക്കുമാറാകണം. ഒരു പന്നി വന്ന് ഉദ്യാനമാകെ നാശം വിതയ്ക്കുന്നു. പന്നിയോ? നമ്മുടെ ഉദ്യാനത്തിലോ? എന്നിട്ട് കാവൽക്കാർക്ക് ഉദ്യാനപാലകർക്കും അതിനെ ഓടിക്കാൻ സാധിക്കുന്നില്ലേ? ഇല്ല പ്രഭു, അത് വെറുമൊരു കാട്ടുപന്നിയല്ല. ഏതോ അസുരനോ രാക്ഷസനോ വേഷം മാറി വന്നതാണെന്ന് ഞങ്ങൾ സംശയിക്കുന്നു.